ധ്യാനിച്ചു നിൽപ്പൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ വാത്സല്യമുള്ള ഏറ്റവും പ്രിയപ്പെട്ട വികാരിയച്ച, അസന്ധിയച്ച, ഈ ഓൺലൈൻ കുർബാന വീക്ഷിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, ഇന്ന ദിവസം രണ്ട് ആഘോഷങ്ങളുടെ നടുവിലാണ് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമായതിൻ്റെ 74ാമത്തെ വാർഷികമാണ്. എല്ലാവരെയും പോലെ നമ്മുടെ രാജ്യവും COVID-19 എന്ന് പറയുന്ന മഹാമാരിയിലൂടെ കടന്നു പോവുകയാണ്. ഒത്തിരി പേർക്ക് ഈ രോഗം വ്യാപിക്കുകയും അതോടൊപ്പം തന്നെ വിമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രത്യേകമായ വിധത്തിൽ ഇവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഹെൽത്ത് വർക്കേഴ്സിനെയും ഒക്കെ നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കുകയും ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടാമതായിട്ട് ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് ആഘോഷിക്കുന്നത്. 12ാം പിയൂസ് മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോഹണം ഒരു സിദ്ധാന്തമായി ക്രൈസ്തവ വിശ്വാസമായി പ്രഖ്യാപിക്കുന്നത്. അപ്പസ്തോലിക പാരമ്പര്യത്തിലും ചരിത്രത്തിലും അടിയുറച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തിരുനാളാണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണം. ആദിമ നൂറ്റാണ്ടുകളിൽ മറിയത്തിൻ്റെ സുഖനിദ്ര എന്ന പേരിലാണ് ഈ തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് തിരുസഭയിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുകയുണ്ടായി. 1950 നവംബർ 1-ാം തീയതിയാണ് ഈ തിരുനാൾ ആഗോള വ്യാപകമായിട്ട് ആഘോഷിക്കുവാൻ പരിശുദ്ധ പിതാവ് കൽപ്പന പുറപ്പെടുവിച്ചത്. ഈ തിരുനാളിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവ് ആദ്യം മുതൽ തന്നെ ഉത്ഭവഭാവത്തിൽ നിന്നും മോചിക്കപ്പെട്ടവളായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവും ശരീരവും എന്നും ദൈവത്തോടുകൂടി ആയിരിക്കണമെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നാം ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. സന്തോഷപൂർവ്വം നമുക്ക് ദിവസത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ നാടിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വം, മാതൃസ്നേഹം, മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണന, പരിചരണം ഒക്കെ നമുക്ക് ആസ്വദിക്കുവാനും അതിലൂടെ ദൈവത്തിങ്കിലേക്ക്, ക്രിസ്തുവിലേക്ക് വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. ചെയ്തു പോയ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് ഈ സ്നേഹത്തിൻ്റെ ബലിക്കായിട്ട് ഒരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ,
സന്മനസ്സുള്ളോർക്കു ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാൽ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിപാലനത്തിൽ പാപഹീനരായ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണ മഹത്വത്തിൻ്റെ വലിയ അടയാളത്തിന് കീഴിൽ ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുവല്ലോ. എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി സ്വർഗീയ കാര്യങ്ങളിൽ സദാ ശ്രദ്ധ പതിച്ച് ഈ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരുവാനുള്ള അർഹത കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് തന്നരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു.
സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിന്റെ വലതുവശത്ത് ഒഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഒഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനതയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലതുവശത്ത് ഒഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലതുവശത്ത് ഒഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലതുവശത്ത് ഒഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസ്തുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രഥമ ഫലം ക്രിസ്തുവാണ്. അനന്തരം അവിടത്തേക്കുള്ളവർ. സഹോദരൻ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാരണവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാതീതരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാകുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖവൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്കുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വികാരിയച്ച, ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികനായ ആൻ്റണിയച്ച, ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആയിരത്തി 1492 അമേരിക്ക കണ്ടുപിടിച്ച അതിസാഹസികനായ ക്രിസ്റ്റഫർ കൊളംബസ് ലോക പര്യടനം തുടങ്ങുന്ന സമയത്ത് സ്പെയിനിലെ ഒരു കടൽ തീരത്ത് ഒരു എഴുത്തുപലകയിൽ ഇപ്രകാരം എഴുതി വച്ചതായി വായിക്കുകയുണ്ടായി. ഇതിനപ്പുറം, ഈ കടലിനപ്പുറം ഒരു ലോകമില്ല. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ക്രിസ്റ്റഫർ കൊളംബസും കൂട്ടരും ആ പലകയിൽ തിരുത്തി എഴുതിയത്രേ, ഇതിനപ്പുറവും മറ്റ് ലോകങ്ങളുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന സത്യവും ഇത് തന്നെയാണ്. ഈ ലോകത്തിനപ്പുറം മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. ഈ ലോകത്തിനപ്പുറം മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് നമ്മളെ അമ്മ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തിന്നുകുടിച്ച് ജീവിക്കുക, നാളെ നീ മരിക്കും എന്ന് പറയുന്ന
എപ്പിക്യൂറിയൻ ചാർവാക തത്വശാസ്ത്രത്തിൻ്റെ സത്യങ്ങളിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെതായ മായകളിൽ ജീവിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് നമ്മളിന്ന് ജീവിക്കുക. തിന്നുകുടിച്ച് ജീവിക്കുക, നാളെ നീ മരിക്കുമെന്ന് പറയുന്ന ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ ചിന്തകളിലാണ് നമ്മളൊക്കെ പലപ്പോഴും വലയം ചെയ്ത് ജീവിക്കുക. അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ക്രൈസ്തവ മക്കളായ നമ്മൾ കല്ലറയിൽ തീരേണ്ടവരല്ല, മറിച്ച് സ്വർഗമെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉടലോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് മറിയമെന്ന് എടുക്കപ്പെട്ടുവെങ്കിൽ നാമും ഒരിക്കൽ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ദൈവത്തിനോട് കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന്, സ്വർഗപ്രാപ്തി നേടേണ്ടവരാണെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. മരിയൻ ദൈവശാസ്ത്രജ്ഞന്മാരിൽ എപ്പോഴും ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ്: Did Mary perform any miracle? If so, what is her greatest miracle? ദൈവം പരിശുദ്ധ കന്യകാമറിയം സ്വജീവിതത്തിൽ ഏതെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ചോ? അങ്ങനെ പ്രവർത്തിച്ചുവെങ്കിൽ അവൾ ചെയ്ത ഉന്നതമായ മഹത്വമേറിയ അത്ഭുതം എന്താണ്? മരിയൻ ദൈവശാസ്ത്രജ്ഞന്മാര് ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. സ്വജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതകാലത്ത് ഒരു അത്ഭുതവും പ്രവർത്തിച്ചില്ല എന്നതാണ് മറിയത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ജീവിതകാലത്ത് ഒരു അത്ഭുതവും പ്രവർത്തിച്ചില്ല എന്നതാണ് മറിയത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. അതിമനുഷ്യർ മാത്രമാണ് ആത്മീയർ എന്ന് കരുതുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അതിമനുഷ്യർ മാത്രമാണ് ആത്മീയർ എന്ന് തോന്നുന്ന ഒരു ലോകത്തിൽ മറിയമാണ് നമ്മുടെ പ്രസക്തി, മറിയമാണ് നമ്മുടെ മാതൃക. നിത്യജീവിതത്തിന്റെ സാധാരണത്വങ്ങളിൽ ദൈവം സന്നിഹിതനാണെന്ന് മറിയം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിന്റെ സാധാരണ നിമിഷങ്ങളിൽ, സാധാരണത്വങ്ങളിലൊക്കെ ദൈവം സന്നിഹിതനാണ്. ഈ നിത്യജീവിതത്തിന്റെ സാധാരണ നിമിഷങ്ങൾ അസാധാരണമാം വിധം ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്, നമ്മൾ ദൈവത്തിനോട് കൂടെയുണ്ട് എന്ന് മറിയം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് അമ്മയുടെ നിത്യജീവിതത്തിലെ സാധാരണത്വങ്ങൾ? ഒന്നാമതായിട്ട്, ദൈവത്തിന്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ അത്യാഹ്ലാദം കൂടാതെ ദൈവത്തിന് സ്വസ്ത്രഗീതം പറയുന്ന ഒരു ജീവിതശൈലി. ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളോട് പക്ഷം ചേരുമ്പോൾ അത്യാഹ്ലാദം കൂടാതെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ജീവിതശൈലി. രണ്ടാമതായിട്ട്, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു നിശബ്ദ ജീവിതം. നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ, നമ്മുടെയെല്ലാം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാണ്, സഹനങ്ങൾ, ദുഃഖങ്ങളൊക്കെ. പക്ഷെ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച നിശബ്ദ ജീവിതം. മൂന്നാമതായിട്ട്, വ്യാകുലങ്ങളിൽ സമചിത്തത കൈവടിയാത്തവൾ. ദുഃഖങ്ങൾ കടന്നു വന്നപ്പോൾ, സഹനങ്ങൾ കടന്നു വന്നപ്പോൾ, വ്യാകുലങ്ങൾ കടന്നു വന്നപ്പോൾ സമചിത്തത കൈവടിയാത്ത മറിയം. സഹിയോൻ ഊട്ടുശാലയിൽ ശിഷ്യന്മാരുമൊത്ത് പ്രാർത്ഥനയിൽ ധ്യാന നിമഗ്നയായിരുന്നവൾ. അതുകൊണ്ടാണ് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്, പാപപൂർണമായ മനുഷ്യവംശത്തിന്റെ ഏക അഭിമാനമാണ് പരിശുദ്ധ കന്യകാമറിയം. പാപപൂർണമായ മനുഷ്യവംശത്തിന്റെ ഏക അഭിമാനമാണ്, ഏക മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. അങ്ങനെയാണെങ്കിൽ മനുഷ്യരായ നമ്മുടെ കർത്തവ്യം എന്താണ്? സഭാപ്രസംഗത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യ കർത്തവ്യം എന്ന് പറയുന്നത് ദൈവിക കൽപ്പനകൾ പാലിക്കുക
അതോടൊപ്പം തന്നെ ദൈവഭയമുള്ളവരായിട്ട് ജീവിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക, അതോടൊപ്പം തന്നെ ദൈവ ഭയമുള്ളവരായിട്ട് ജീവിക്കുക. സ്വർഗത്തിന്റെ അവകാശികൾ ആകേണ്ടതെങ്ങനെ? അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ പാത മറ്റുള്ളവർക്കായി തുറന്നിടുക. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാത മറ്റുള്ളവർക്കായി തുറന്നിടുക. നന്മയുടെ നീരൊഴുക്ക് ഹൃദയത്തിൽ വറ്റാത്തവരായിട്ട് മാറുക. നന്മയുടെ നീരൊഴുക്ക് ഹൃദയത്തിൽ വറ്റാത്തവരായിട്ട് മാറുക. സഭാപ്രസംഗന്റെ പുസ്തകം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ 12-ാം അധ്യായം 1-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപേ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്തുതിക്കുക. ഇപ്പോൾ പ്രായമായി, ഇപ്പോൾ വാർദ്ധക്യമായി, അല്ലെങ്കിൽ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന ദുർദിനങ്ങളും വർഷങ്ങളുമൊക്കെ ആഗമിക്കും മുൻപേ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്തുതിക്കുക. എല്ലാം മിഥ്യയാണെന്ന് കരുതുക. നമ്മുടെയൊക്കെ യൗവനകാലത്ത് എല്ലാ സുഖഭോഗങ്ങളുമുള്ള സമയത്ത് ഈ ലോകത്തിൻ്റെതായ മായക്കാഴ്ചകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നിന്റെ യൗവനകാലത്ത് നിന്റെ തമ്പുരാനെ സ്തുതിക്കുവാനായിട്ട് നീ മറക്കാതിരിക്കുക. മറിയം പറയുന്നൊരു മറുപടിയുണ്ട്. ഫിയാത് വോളുന്താസ് തുവ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നത് വാക്കാണ്. ഫിയാത് വോളുന്താസ് തുവ. നമ്മുടെ ഇച്ഛാശക്തി മഹിതമായ ശക്തിക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ മറിയത്തെപ്പോൾ നമുക്കും പറയാൻ സാധിക്കും, ഫിയാത് വോളുന്താസ് തുവ, അങ്ങയുടെ ഹിതം പോലെ നിറവേറട്ടെ. ഫിയാത്, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് സൃഷ്ടികർമ്മത്തിൽ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് ഫിയാത്. ഉണ്ടാവട്ടെ, ജീവൻ ഉണ്ടാവട്ടെ, വെളിച്ചം ഉണ്ടാവട്ടെ. ദുരിതമുഖങ്ങളിൽ നമുക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമാണ്. വോളുന്താസ്, സ്വന്തം ഹിതത്തെ ഉന്നതമായൊരു വിളിയോട്, അവരന്റെ ആവശ്യത്തോട് ചേർത്ത് വയ്ക്കുന്നവരാണ് വോളണ്ടിയേഴ്സ്. ഉന്നതമായ മഹോന്നതമായ ഒരു വിളിയോട്, അവന്റെ ആവശ്യത്തോട്, മറ്റുള്ളവരുടെ ആവശ്യത്തോട് ചേർത്ത് വയ്ക്കുന്നവരാണ് വോളണ്ടിയേഴ്സ്. ഫിയാത്, ഒരു നവസൃഷ്ടി, ഒരു ജീവൻ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ജീവനും വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാൻ ഇന്ന് അമ്മ നമ്മളെ ക്ഷണിക്കുന്നു. ഈ ലോകത്തിന്റെ മായക്കാഴ്ചകളിൽ വീണുപോകാതെ മറ്റൊരു ലോകമുണ്ട്, ഒരു സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്കും ഏറ്റുചൊല്ലാം, ഫിയാത് വോളുന്താസ് തുവ. ദൈവമേ, അങ്ങേ ഹിതം നിറവേറട്ടെ. ദൈവത്തിന്റെ ഹിതത്തോട്, ദൈവത്തിന്റെ മഹോന്നതമായ ഹിതത്തോട്, ആഗ്രഹത്തോട് നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും വാക്കുകളെയും ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് അവരന്റെ നന്മയുടെ പ്രവാഹമായിട്ട് മാറുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നന്മയുടെ നീരൊഴുക്ക് വറ്റിപ്പോകാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം കരുതലുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള വലിയൊരു പ്രചോദനം നമുക്കുണ്ടാവട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.
നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യയുഗത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയാസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരും സംസാരിച്ചനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ അറിയുന്ന സ്വർഗീയ പിതാവായ പിതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ യാചനാ പ്രാർത്ഥനകൾ അല്പസമയം മൗനമായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാം. നമ്മുടെ ഫ്രാൻസിസ് പാപ്പയെയും സകല മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ വിധത്തിൽ COVID-19 മഹാമാരിയിൽ സേവനം ചെയ്യുന്ന എല്ലാ ഹെൽത്ത് വർക്കേഴ്സിനെയും ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ഭരണാധികാരികളെയും നമുക്ക് സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിനം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പാവനമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രായമായിരിക്കുന്നവർക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വേർപെട്ടു നമ്മുടെ സ്നേഹപൂർവ്വമായിട്ട് മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ആത്മീയ ഗുരുക്കന്മാരെയും ആരും പ്രാർത്ഥിക്കുവാനില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥത്താൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ
സമ്മോദമാ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ആദരത്തിൻ്റെ സമർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗാരോപതിയായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിച്ച് അങ്ങയെ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ സഭയുടെ പൂർത്തീകരണത്തിൻ്റെ ആരംഭവും പ്രതീകവും തീർത്ഥാടക ജനത്തിൻ്റെ ഉറച്ച പ്രത്യാശയും സമാശ്വാസത്തിൻ്റെയും അടയാളമാവുകയും കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവൻ്റെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രൻ അത്ഭുതകരമായി ജന്മം നൽകിയവൾ കല്ലറയിൽ അഴിയുന്നതു കാണാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ മാലാഖമാരോട് ചേർന്ന് അങ്ങേ ആഹ്ലാദപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കാനും അർഹരാക്കി തീർന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ധ്രുവപ്രത്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ.
എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞാനും
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിൽ വിസ്മരണീയമായ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങേ മക്കൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓൺലൈനിലൂടെ ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ദിവ്യബലിയുടെ ആമുഖ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ നമുക്കെല്ലാവർക്കും കർത്താവിൽ ആനന്ദിക്കാം. കന്യകാമറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അവളുടെ സ്വർഗാരോപണത്തിൽ മാലാഖമാർ സന്തോഷിക്കുകയും ദൈവസ്തുതിനെ സ്തുതിച്ച് വാഴ്ത്തുകയും ചെയ്യുന്നത് പോലെ നമുക്കും ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ സകലവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം സ്നേഹപൂർവം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും അസേന്തിയച്ഛൻ്റെയും ഇവിടെ ഉള്ള എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയാണ്. ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരിയച്ഛനും അസേന്തിയച്ഛനും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രസമിതി അംഗങ്ങളും പതാക ഉയർത്തുന്നതാണ്. അതിൽ കൂടി നിങ്ങൾ ഓൺലൈനിൽ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകം പരസ്പരം തിരുനാളുകൾ ആശംസിക്കണമെന്നും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ചുമന്നീല മുട്ടി വിളിക്കുന്നു
ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിനം പ്രത്യേകമായും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ബലി നമ്മൾ അർപ്പിച്ചു. നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രത്യേകമായ ദിനമായിട്ട് മാറണം. ഈ സ്വാതന്ത്ര്യദിനം 74ാമത്തെ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സർവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ പട്ടാളക്കാരെയും, ജീവൻ ത്യജിച്ചവർ, നമുക്കായി ഉറക്കം വിളിച്ച് നമ്മെ സംരക്ഷിക്കുവാനായി, നാം സ്വസ്ഥമായി ഉറങ്ങുവാനായി കാത്തിരിക്കുന്നവർ, അവരെ പ്രത്യേകമായി ഓർക്കാം. അവരുടെ കുടുംബങ്ങളെ ഓർക്കാം. നമ്മുടെ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മയും സ്നേഹവും സമാധാനവുമൊക്കെ തിരികെ വരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നല്ല തീരുമാനങ്ങൾ എടുക്കാം. എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ നന്മകളും സ്വാതന്ത്ര്യവും സമാധാനവും ആശംസിക്കുന്നു. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ഇന്ത്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല, ജലധര, തവ ശുഭനാ